ഡാർക്ക് നെറ്റ് ലഹരി കടത്ത് കേസിൽ അന്വേഷണത്തിനൊരുങ്ങി ഇഡി NCBയിൽ നിന്ന് കേസ് ഡയറി വാങ്ങി പ്രാഥമിക അന്വേഷണം ആരംഭിക്കും. ലഹരി ഇടപാടിലൂടെ നടന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുകളിലേക്കാണ് ഇഡി അന്വേഷണം. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ് പറയും. രോഹിണി, കെറ്റാമലോൺ ലഹരി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിനൊപ്പം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് കൂടിയാണ് സാധ്യതകൾ തെളിയുന്നത്. ഇതിന്റെ ഭാഗമായി ഇഡി സംഘം വിശദമായി തന്നെ ഈ കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതിനുശേഷം കേസിന്റെ പൂർണ്ണമായ രൂപം, കേസ് റിപ്പോർട്ട് അടക്കം ശേഖരിക്കും. തുടർന്നായിരിക്കും ECI രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാദമായ പല ലഹരി കേസുകളിലും അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കാറുണ്ട്. കാരണം കള്ളപ്പണ ഇടപാടുകൾ വ്യാപകമായി ഇത്തരത്തിൽ നടക്കാറുണ്ട്. കോടികളുടെ ഇടപാടാണ് ഈ ലഹരി വിൽപ്പനയിലൂടെ നടക്കാറുള്ളത്. നേരത്തെ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന നിരവധി രാസലഹരി ഇടപാടുകളിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണങ്ങൾ നിലവിൽ നടത്തി വരികയാണ്. ഇതിനിടയിലാണ് 10 കോടി രൂപയുടെ കണക്കുകൾ പിടികൂടിയ എഡിസണിന്റെ സാമ്പത്തിക ഇടപാടുകളിലൂടെ മാത്രം നടന്നതായി കണ്ടെത്തുകയും മാത്രമല്ല അതിലധികം പല മടങ്ങ് കോടികളുടെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടക്കുകയും ചെയ്ത, ക്രയവിക്രയങ്ങൾ നടക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. അതിനുശേഷം ECI രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുകയും നിലവിൽ NCB അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ പ്രതികളെ തന്നെ ചോദ്യം ചെയ്യുകയായിരിക്കും ചെയ്യുക. പ്രത്യേകിച്ച് ഈ പണം എങ്ങോട്ടെല്ലാം പോയിട്ടുണ്ട്, എവിടെയെല്ലാമാണ് നിക്ഷേപിച്ചിട്ടുള്ളത്, വിദേശങ്ങളിൽ നിന്ന് പണം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് മറ്റ് UK നിന്നടക്കമായിരുന്നു രാസലഹരി കൊറിയറായി എത്തിച്ചിരുന്നത്. അതിനുശേഷമാണ് കൊറിയർ രൂപത്തിൽ തന്നെ ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്തിരുന്നത്. കൃത്യമായി തന്നെ പിടിക്കപ്പെടില്ല. ഈ കൊറിയർ വഴിയുള്ള ഇടപാടുകളിൽ, ലഹരി ഇടപാടുകൾ പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് കണ്ടു തന്നെയായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ എഡിസൺ മറ്റു കൂട്ടുപ്രതികളുമായി ചേർന്ന് ഇത്തരത്തിൽ രാസലഹരിയുടെ ഇടപാടുകളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. എന്നാൽ NCBക്ക് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും മുമ്പ് ഒരു കേസിൽ പിടിയിലായ പ്രതി നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലുമായിരുന്നു എഡിസണിലേക്ക് പ്രധാനമായും അന്വേഷണം എത്തുന്നത്. മൂവാറ്റുപുഴയിലെ ഇയാളെ വീട്ടിലടക്കം പരിശോധനകൾ നടത്തി ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുകയും ഒപ്പം തന്നെ കൂട്ടുപ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം ചെയ്തത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഒരു ഭാഗത്ത് NCB തുടരുമ്പോൾ തന്നെയാണ് ഇക്കാര്യത്തിൽ EDയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ 10 കോടി രൂപ എന്നത് പ്രാഥമിക കണക്കുകൾ മാത്രമാണ് എന്നാണ് EDയും വ്യക്തമാക്കുന്നത്. കാരണം ഈ അന്വേഷണത്തിന് ശേഷം ECI രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിന് ശേഷം കൃത്യമായ കണക്കുകളിലേക്ക് എത്താൻ കഴിയും. ഈ സാമ്പത്തിക ഇടപാടുകളുടെ ബിനാമി ഇടപാടുകളിലൂടെ പണം കൈമാറ്റം ചെയ്യപ്പെട്ടതായും കരുതുന്നുണ്ട്. കാരണം എഡിസൺ വലിയ തോതിലുള്ള നിർമ്മാണങ്ങൾ ഈ പ്രദേശത്ത് മൂവാറ്റുപുഴ ഭാഗത്ത് തന്റെ പേരിലും മറ്റു ചില ആളുകളുടെ പേരിലും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കെല്ലാമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും കടക്കുക. വിദേശ പണം ഒപ്പം തന്നെ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുള്ള പണമിടപാടുകൾ എന്നിവയെല്ലാം പരിശോധിക്കപ്പെടുകയും ചെയ്യും. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.